കൊച്ചിയുടെ ഓറഞ്ച് കുപ്പായമിട്ട സാക്ഷാൽ ബ്രണ്ടൻ മക്കല്ലവും മഹിളാ ജയവർദ്ധനയും കൂടെ മുത്തയ്യ മുരളീധരനും VVS ലക്ഷ്മണനും അടക്കമുള്ള അധികായർ രവീന്ദ്ര ജഡേജ, സ്റ്റീവ് സ്മിത്ത്, തിസാര പെരേര അടക്കമുള്ള പിൽക്കാലത്ത് സൂപ്പർ സ്റ്റാറുകളായവരും അന്ന് ആ കുപ്പായത്തിലുണ്ട്. ടീമിൽ കേരളത്തിൻ്റെ അഭിമാനമായി ശ്രീശാന്ത്, പ്രശാന്ത് പരമേശ്വരൻ, റൈഫി, വിൻസെന്റ് ഗോമസ് അടക്കമുള്ളവർ. ക്രിക്കറ്റ് കമന്റേറ്റർമാരും ഇതിഹാസ താരങ്ങളും സൂപ്പർ സ്റ്റാറുകളുമെല്ലാം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത ദിവസങ്ങൾ. കൊച്ചി ടസ്കേഴ്സ് എന്ന പേരും അവർ ക്രിക്കറ്റ് കളിച്ച കാലവും കേരളത്തിന് ഇന്ന് ഒരു നൊസ്റ്റാൾജിയ മാത്രമാണ്. 2011 ആ ഒരൊറ്റ സീസണിൽ മാത്രമാണ് ആ ടീം കളിച്ചിട്ടുള്ളത്. ഒരു പൂർണ്ണമാകാതെ പോയ ഓറഞ്ച് സ്വപ്നം എന്ന് വിളിക്കാം. കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം ക്രിക്കറ്റ് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ടീമിനെ ചിലർക്കെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാകും. 2020 ലോകകപ്പിൽ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോൾ കാലിക്കറ്റ് ബീച്ചിനരികെ മറ്റൊരു സമുദ്രം തന്നെ നാം കണ്ടതാണ്. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ മാളുകളും സ്ട്രീറ്റുകളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. നൈബർഹുഡ് ബോയ് പ്രതിച്ഛായുള്ള സഞ്ജുവിന് വേണ്ടി മാത്രമായി ഏറെക്കാലത്തിന് ശേഷം ക്രിക്കറ്റ് കണ്ടവരുമുണ്ട്. പോയ ഏതാനും ദിവസങ്ങളായി മലയാളിയുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗിൽ ഏറ്റവും തെളിഞ്ഞതും സഞ്ജു സാംസന്റെ മുഖം തന്നെയാണ്. ദിവസങ്ങൾക്കിപ്പുറം തുടങ്ങാനിരിക്കുന്ന IPLനും മലയാളികൾ ഇക്കുറി ഇരട്ടി വീരത്തോടെയാണ് കാത്തിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന IPLലെ ഹെവി ബ്രാൻഡിൻ്റെ കുപ്പായം സഞ്ജു അണിയുമ്പോൾ കേരളവും അതിനൊപ്പം ചേരുമെന്ന് ഉറപ്പാണ്. സഞ്ജുവിൻ്റെ ചെന്നൈ എൻട്രിയെക്കുറിച്ചുള്ള വാർത്തകൾ തുടക്കം മുതൽ മലയാളി ആകാംക്ഷയോടെയാണ് കേട്ടത്. CSK ആരാധകരാണെങ്കിൽ സഞ്ജുവിനെ തലയുടെ പിൻഗാമിയാക്കാനുള്ള ഒരുക്കത്തിലുമാണ്. ഇതിനോടകം തന്നെ ചെപ്പോക്കിൻ്റെ ഹൃദയത്തിൽ സഞ്ജു ഇടം പിടിച്ചിട്ടുണ്ട്. സഞ്ജുവിനും ചെന്നൈക്കും മാത്രമല്ല, മുംബൈക്കും RCBക്കും കൊൽക്കത്തക്കുമെല്ലാം കേരളത്തിൽ വലിയ ആരാധക കൂട്ടമുണ്ട്. എങ്കിലും കേരളത്തിനൊരു IPL ടീമിനെ കുറിച്ച് ചിന്തിക്കാനായില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വൈബ്രൻ്റ് കമ്മ്യൂണിറ്റികളിലൊന്നാണ് കേരളം. സാക്ഷരതയിലും ഡിജിറ്റൽ ലിറ്ററസിയിലുമെല്ലാം നമ്മൾ തന്നെയാണ് മുന്നിൽ. മറ്റു രാജ്യങ്ങളിൽ ഏറ്റവും അധികം ആക്റ്റീവായ കമ്മ്യൂണിറ്റിയും മലയാളികൾ തന്നെ. കേരളം ഫുട്ബോളിൻ്റെ നാടാണെന്ന് പറയാറുണ്ടെങ്കിലും ക്രിക്കറ്റിനോടുള്ള മലയാളിയുടെ താല്പര്യം ഒട്ടും കുറഞ്ഞതല്ല. മുമ്പ് രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും ആ ആവേശം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. നമ്മുടെ 4 അയൽ സംസ്ഥാനങ്ങളിലും IPL ആവേശമുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങൾക്ക് സ്വന്തമായി ടീമുള്ളപ്പോൾ ആന്ധ്രയിലെ വിശാഖപട്ടണം സ്റ്റേഡിയം ഡൽഹി ക്യാപിറ്റൽസ് സെക്കൻഡ് ഹോം ഗ്രൗണ്ടായും ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ പിന്നെ സ്വന്തം ഒരു ടീം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ടെങ്കിലും കേരളവും അർഹിക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നമുക്കുണ്ട്. ഐക്കൺ താരമാകാൻ പോകുന്ന ഒരാളും കേരളത്തിനുണ്ട്. കൂടെ രഞ്ജിയിലും ഫ്രാഞ്ചൈസി ലീഗുകളും എല്ലാമായി മിന്നിത്തിളങ്ങിയിട്ടും അവസരം കിട്ടാത്ത ഒരുപാട് മലയാളി താരങ്ങൾക്കും IPL ടീം ഒരു വലിയ സാധ്യതയാണ് തുറക്കുന്നത്. കേരളത്തിനൊരു IPL ടീം ഉണ്ടാകുന്നത് ഇവിടുത്തെ സാമ്പത്തിക മേഖലയ്ക്കും ഊർജ്ജം നൽകുമെന്നുറപ്പ്. IPL മത്സരങ്ങൾക്കായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തുന്ന കാണികൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ടൂറിസത്തിനുമെല്ലാം വലിയ മുതൽക്കൂട്ടാകും. കൂടെ IPL ഫ്രാഞ്ചൈസികൾ സാധാരണയായി മികച്ച ട്രെയിനിങ് സെൻ്ററുകൾ തുടങ്ങാറുണ്ട്. ഇത് കേരളത്തിലെ ജൂനിയർ ക്രിക്കറ്റർമാരുടെ നിലവാരവും ഉയർത്തും. കൂടുതൽ ലോകോത്തര ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായി വരികയും ചെയ്യും. IPL നടക്കുന്നത് വേനൽക്കാലങ്ങളിലായതിനാൽ കേരളത്തിലെ കാലാവസ്ഥയും വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയില്ല. കൊച്ചി ടസ്കേഴ്സ് പരാജയപ്പെട്ടത് മലയാളികളുടെ പ്രശ്നം കൊണ്ടായിരുന്നില്ല, മറിച്ച് അതിൻ്റെ ഉടമസ്ഥർക്കിടയിലെ സാങ്കേതികവും നിയമപരവുമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ ഒരു വർഷം കൊച്ചി സ്റ്റേഡിയത്തിൽ കണ്ട ആവേശം മലയാളിക്ക് ഒരു ടീമിനെ നയിക്കാനുള്ള കരുത്തുണ്ടെന്ന് തെളിയിച്ചതുമാണ്. ഇന്ന് പക്ഷേ കേരളത്തിന് കൂടുതൽ മെച്ചപ്പെട്ട ഗ്രൗണ്ടും കാണികളുമുണ്ട്. കാര്യവട്ടത്തെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം അത് തെളിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ പൊട്ടൻഷ്യൽ കേരളം ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. 2010 IPLൻ്റെ 4ാം സീസണിലേക്ക് 2 പുതിയ ടീമുകളെ ഉൾപ്പെടുത്താൻ BCCI തീരുമാനിച്ച നേരത്താണ് പല വമ്പൻ നഗരങ്ങളെയും പിന്തള്ളി കൊച്ചി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത്. പക്ഷേ ഉടമസ്ഥ തർക്കങ്ങളും ബാങ്ക് ഗ്യാരണ്ടി പ്രശ്നവും ശശി തരൂർ അനധികൃതമായി ഉൾപ്പെട്ടുവന്ന രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം കൊച്ചി ടസ്കേഴ്സിനെ ഒരു ഓർമ്മ മാത്രമാക്കി മാറ്റി. പക്ഷേ ആ ഒരു പരാജയം കേരളത്തിൻ്റെ സാധ്യതകൾ എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടില്ല. നിലവിൽ IPLലേക്ക് പുതിയ ടീമുകളെ ഉൾപ്പെടുത്താൻ BCCI തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഭാവിയിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായും കേരളം ഒരു ടീമിനെ അർഹിക്കുന്നു.